നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമസിന്റെ പ്രവചനം ചർച്ചയാകുന്നു. 2024 ചാൾസ് സ്ഥാനമൊഴിയുമെന്നാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനം. ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയാണ് രാജകുടുംബത്തിന് ഉൾപ്പെടെയുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നോസ്ട്രഡാമസ് പ്രവചിച്ച പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി മാറിയിരുന്നു. നോസ്ട്രഡാമസിന്റെ പ്രശസ്തമായ പ്രവചന പുസ്തകത്തിൽ 942 പ്രവചനങ്ങളാണുള്ളത്. 2024 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നിടത്താണ് ചാൾസ് രാജാവിന്റെ സ്ഥാനനഷ്ടത്തെക്കുറിച്ച് പറയുന്നത്. 1555 നോസ്ട്രഡാമസിന്റെ ലെസ് പ്രൊഫറ്റീസ് എന്ന പ്രവചന പുസ്തകത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 2024 രാജാവ് സ്ഥാനമൊഴിയാനും മകൻ സിംഹാസനം ഏറ്റെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ദ്വീപുകളുടെ രാജാവ് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കപ്പെടുമെന്നും രാജാവിന്റെ അടയാളങ്ങളൊന്നുമില്ലാത്ത ഒരാൾ പകരം വരുമെന്നുമാണ് പ്രവചനത്തിലുള്ളത്. ചാൾസ് രാജാവ് സ്ഥാനമൊഴിയുമെന്നും പകരം ഹാരി രാജകുമാരൻ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളെ വിശകലനം ചെയ്ത് നോസ്ട്രഡാമസ് ദി കംപ്ലീറ്റ് പ്രൊഫസീസ് ഫോർ ദി ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയ ബ്രിട്ടീഷുകാരനായ മരിയൻ റീഡിംഗ് വിശദീകരിക്കുന്നു. വില്യം രാജകുമാരനാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അടുത്ത കിരീടാവകാശി. ചാൾസിന്റെ രോഗവിവരം സ്ഥിരീകരിച്ചതോടെ മകൻ ഹാരി രാജകുമാരൻ ലണ്ടനിലെത്തിയിരുന്നു. മെഗയുമായുള്ള വിവാഹത്തെ തുടർന്ന് രാജകുടുംബവുമായി അകന്ന ഹാരി രാജകുമാരൻ ഇപ്പോൾ കാലിഫോർണിയയിലാണ് താമസം. 2024 മറ്റൊരു പ്രവചനമാണ് ഒരു നേവൽ വാർ, അതായത് നാവിക യുദ്ധം തന്നെ നടക്കുമെന്നാണ്. അതിന് തുടക്കം കുറിക്കുന്നത് ചുവന്ന എതിരാളിയാവുമെന്നാണ് ആ പ്രവചനത്തിൽ നോസ്ട്രഡാമസ് പറയുന്നത്. ചൈനയെ ആയിരിക്കാം ഇവിടെ പരാമർശിക്കുന്നതെന്നാണ് കരുതുന്നത്. തായ്വാൻ ദ്വീപുമായുള്ള ചൈനയുടെ പിരിമുറുക്കങ്ങളെ കുറിച്ചായിരിക്കാം ആ പരാമർശമെന്നും കരുതുന്നു. 2024 കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കൂടുതൽ മോശമാകുമെന്നാണ് നോസ്ട്രഡാമസിന്റെ മറ്റൊരു പ്രവചനം. ഇപ്പോൾ തന്നെ വരണ്ടിരിക്കുന്ന ഭൂമി കൂടുതൽ വരളുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. കൂടാതെ വെള്ളപ്പൊക്കത്തിനും ലോകം സാക്ഷ്യം വഹിക്കുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നു. ബാബോ വാങ്കയും ഇത്തരമൊരു പ്രവചനം നടത്തിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും 2024 എന്നാണ് വാങ്ക പ്രവചിച്ചത്. അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാങ്ക പ്രവചിക്കുന്നു. കടക്കെണിയുടെ വർധനവും രാഷ്ട്രീയങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും. ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും. വൈദ്യുത നിലയങ്ങളും ജലശുചീകരണശാലകളും ആക്രമണ ലക്ഷ്യങ്ങളാകും എന്നിങ്ങനെയും പ്രവചിച്ചിരുന്നു. നോസ്ട്രഡാമസിന്റെ മറ്റൊരു പ്രവചനം പോപ്പിനെ കുറിച്ചുള്ളതാണ്. വയസ്സായ ഒരു പോപ്പിന്റെ മരണത്തോടെ പുതിയൊരു പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം, ആരോഗ്യസ്ഥിതി ഇവയെക്കുറിച്ചൊക്കെയാണ് ഇതുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ നടക്കുന്നത്. 1503 നോസ്ട്രഡാമസിന്റെ ജനനം. ലെസ് പ്രൊഫൈറ്റീസിൽ ക്വാട്രെയിൻ എന്ന 4 വരി കവിതയുടെ രൂപത്തിലാണ് നോസ്ട്രഡാമസ് തന്റെ പ്രവചനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. നോസ്ട്രഡാമസിന്റെ ഈ കവിതകൾ അവ്യക്തമാണ്. നിശ്ചിത സ്ഥലങ്ങളോ സംഭവങ്ങളോ വരികളില്ലാത്തതിനാൽ അവയെ പ്രവചനങ്ങളായി കാണാനാകില്ലെന്ന് വിദഗ്ധർ പറയുന്നു. നോസ്ട്രഡാമസിന്റെ കവിതകളിലെ യാദൃച്ഛികതയെ ലോകത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധിപ്പിക്കാൻ വ്യാപകമായ ശ്രമം നടക്കുന്നതായാണ് വിലയിരുത്തൽ. ജോൺ എഫ് കെന്നഡിയുടെ വധം, ഹിറ്റ്ലർ, ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയൻ ബൊണപ്പാർട്ട്, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആക്രമണം, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, കോവിഡ് മഹാമാരി, യുക്രൈൻ യുദ്ധം തുടങ്ങിയവ നോസ്ട്രഡാമസ് പ്രവചിച്ചതെന്നാണ് കഥ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.